നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും മോട്ടിവേഷൻ നമുക്ക് റിലേ ചെയ്യാൻ പറ്റില്ല. മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഒരു ഫീലിംഗ് ആണ്, അത് പെട്ടെന്ന് വരും പെട്ടെന്ന് പോകും എന്നൊക്കെ. ബട്ട് വാട്ട് ഇഫ് ഐ ടെൽ യു, യു ക്യാൻ ആക്ച്വലി ഹാക്ക് യുവർ ബ്രെയിൻ ഫോർ അൺലിമിറ്റഡ് മോട്ടിവേഷൻ. ടെമ്പറലി അല്ല, ബട്ട് ആൾവേസ്. എങ്ങനെ ഉണ്ടാവും? ഞാൻ എപ്പോഴും എൻ്റെ ലൈഫ് ഒരു നോർമൽ രീതിയിൽ തന്നെയാണ് കണ്ടിട്ടുള്ളത്. ഞാൻ പഠിക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും ഞാൻ വർക്ക് ചെയ്യുമ്പോഴാണെന്നുണ്ടെങ്കിലും ഇപ്പോഴാണെന്നുണ്ടെങ്കിലും. പക്ഷേ മറ്റുള്ളവർ എൻ്റെ ലൈഫ് കാണുമ്പോൾ ഞാൻ എപ്പോഴും ഫിറ്റായിരിക്കുന്നതും, ഞാൻ എൻ്റെ റൂട്ടീനിൽ കൺസിസ്റ്റൻ്റ് ആവുന്നതും, ലേണിങ്ങിൽ കൺസിസ്റ്റൻ്റ് ആവുന്നതും, അതുപോലെ കണ്ടൻറ് ക്രിയേഷനിൽ കൺസിസ്റ്റൻ്റ് ആവുന്നതും, ഇതൊക്കെ കാണുമ്പോൾ അവർ പറയുന്നത് ഞാൻ ഭയങ്കര മോട്ടിവേറ്റഡ് ആണെന്നുള്ളത്. ചില ആൾക്കാർ ഇന്നെ ഒരു മോട്ടിവേറ്റർ ആയിക്കാണ്ട് റെഫർ ചെയ്യലുണ്ട്. പക്ഷേ എൻ്റെ ലൈഫിൽ ഇങ്ങനെ ചലഞ്ചസ് ഒക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ ഹാർഡ് തിങ്സ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ബോർഡത്തിലൂടെ കടന്നു പോകുമ്പോൾ എല്ലാവർക്കും വരുന്ന അതേപോലത്തെ ടെറിബിൾ ഇമോഷൻസ് ഒക്കെ എനിക്കും വരലുണ്ട്. എനിക്കും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഫണ്ണോ ഈസിയോ ആവലൊന്നുമില്ല. പക്ഷേ ഇതുപോലെയുള്ള ഹാർഡ് തിങ്സ് ഐ ഡു ഇറ്റ് എനിവേ. എന്നിട്ട് പിന്നീട് ഞാൻ ബാക്ക് നോക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്, ഓ ഷേറ്റ്, ഐ എം ആക്ച്വലി മോട്ടിവേറ്റഡ് ആൾ ദ ടൈം. ഏത് ടൈപ്പ് മോട്ടിവേഷൻ അല്ല, നമുക്ക് ഫീലിംഗ് ആയിക്കാണ്ട് എല്ലാവരും അല്ലെങ്കിൽ കോമൺ ആയിട്ട് ആൾക്കാരുടെ മൈൻഡിലുള്ള ആ ഒരു സഡൻ സർജ് ഓഫ് എന്താ പറയുക അഡ്രിനാലിനും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വന്നാണ്ട് നമുക്ക് ആ വരുന്ന ആ ഒരു ഫീലിംഗ് അല്ല ഞാനീ പറയുന്നത്. ബട്ട് റാദർ ആ ഒരു ഡ്രൈവ്, നമുക്ക് ലോങ് ടേമിൽ കാര്യങ്ങൾ പെർസ്യൂ ചെയ്യാനുള്ള ആ ഒരു ഗ്രിറ്റ്, ആ ഒരു ഉള്ളിൽ നിന്ന് വരുന്ന ആ ഒരു മോട്ടിവേഷൻ ഉണ്ടല്ലോ, നമ്മൾ തന്നെ ഉണ്ടാക്കണം. അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇഫ് യു ഡോണ്ട് നോ മീ, ഐ എം ഹിഷാം. ഞാൻ ഇതുപോലെയുള്ള കണ്ടന്റുകളാണ് അധികം ഉണ്ടാക്കൽ, വിച്ച് വിൽ ഹെൽപ്പ് പീപ്പിൾ ടു ലിവ് ദെയർ ബെസ്റ്റ് ലൈഫ്, ബിക്കം ഡിസിപ്ലിൻഡ്, സ്റ്റേ കൺസിസ്റ്റൻറ്റ്. ആൻഡ് ആൾസോ എനിക്കൊരു കമ്മ്യൂണിറ്റി ഉണ്ട്, ഔട്ട്ലേഴ്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ടുള്ള, ഫോർ മെൻ ഹു വാണ്ട് ടു ബിൽഡ് എ ഡിസിപ്ലിൻഡ് ആൻഡ് ഓർഗനൈസ്ഡ് ലൈഫ് സ്റ്റൈൽ വിതൗട്ട് സാക്രിഫൈസിങ് റിലേഷൻഷിപ്സ് ഓർ ജോയ്. സോ ഈ ഒരു വീഡിയോയിൽ ഞങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്തുതരാം ഹൗ ടു ഹാക്ക് യുവർ ബ്രെയിൻ ഫോർ അൺലിമിറ്റഡ് മോട്ടിവേഷൻ ഇൻ എ നോ ബി എസ് വേ. ഫസ്റ്റ് ഓഫ് ഓൾ, ഐ വാണ്ട് യു ടു അണ്ടർസ്റ്റാൻഡ് ടു തിങ്സ്. ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്താണെന്നും എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്താണെന്നും. ഇൻട്രിൻസിക് ഞാൻ ആദ്യം എന്താണെന്ന് പറഞ്ഞുതരാം. ഇത്രേ ഉള്ളൂ. നിങ്ങളൊരു ആക്ടിവിറ്റി ചെയ്യുകയാണ് ബിക്കോസ് ദ ആക്ടിവിറ്റി ഇറ്റ് സെൽഫ് ഈസ് റിവാർഡിങ്. നിങ്ങളത് ചെയ്യുന്നത് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ, ഗ്രേഡ്സ് ഉണ്ടാവാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ ആൾക്കാരെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ ആൾക്കാരെ പ്രശംസ കിട്ടാൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല. യു ജസ്റ്റ് ഡു ഇറ്റ് ഫോർ ദ ജോയ് ഓഫ് ഡൂയിങ് ഇറ്റ്. നാച്ചുറലി ആ സംഭവം ചെയ്യുന്നത് നിങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ക്യൂരിയസ് ആണ്, ആ ഒരു വർക്ക് നിങ്ങൾക്ക് മീനിങ് ഫുൾ ആണ്. വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല, പുറത്തുനിന്നുള്ള ഒന്നിൻ്റെ ആവശ്യമില്ല, ആ വർക്ക് തന്നെ മതി നിങ്ങൾക്ക് ആ സംഭവം ചെയ്യാൻ. അത്ര മതി, അതിൽ നിന്ന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ മതി. ഒരു സിമ്പിൾ ലൈനിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇൻട്രിൻസിക് മോട്ടിവേഷൻ ഈസ് വെൻ യു ഡു സംതിങ് ബിക്കോസ് യു ജെനുവിൻലി വാണ്ട് ടു ഡു ഇറ്റ്, നോട്ട് ബിക്കോസ് സംവൺ ഈസ് ഫോഴ്സിങ് യു ഓർ റിവാർഡിങ് യു. അപ്പോൾ അതിന് ഞാനൊരു ചെറിയൊരു ബ്രീഫ് എക്സാമ്പിൾ പറഞ്ഞുതരാം. അപ്പോൾ ഈ മഴക്കാലത്തൊക്കെ ഞങ്ങൾ വീടിൻ്റെ അടുത്ത് കരിക്കുളം എന്ന് പറഞ്ഞിട്ടുള്ളൊരു കുളമുണ്ട്. അപ്പോൾ അങ്ങോട്ട് കുളത്തേക്ക് ചാടാൻ പോകുമ്പോൾ അവിടെ എപ്പോഴും ഞങ്ങൾ പോകുന്ന അധിക ദിവസവും ഒരു മെലിഞ്ഞ ഒരു ചെറിയൊരു കുട്ടി ഉണ്ടാവും. അവൻ്റെ പേരെനിക്കറിയില്ല. ആൾമോസ്റ്റ് എപ്പോൾ ഞങ്ങൾ പോകുകയാണെന്നുണ്ടെങ്കിലും ആ ചങ്ങായി അവിടെ തന്നെ ആയിരിക്കും. അവൻ വള്ളത്തിൽ നിന്ന് നീക്കലില്ല, ആ രീതിയിലാണ്. സോ ഓനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓനക്ക് വേറെ ഇതിൻ്റെ പുറത്തുനിന്ന് വേറെ റിവാർഡോ കാര്യങ്ങളൊന്നും കിട്ടണമെന്നില്ല, ആരും ഓനെ ഫോഴ്സ് ചെയ്യണമില്ല. ഹി ജസ്റ്റ് എൻജോയ് ബീയിങ് ഇൻ ദ വാട്ടർ, ദാറ്റ്സ് ഇറ്റ്. കുളത്തിൽ നീന്തുന്നത്, കുളത്തിൽ ചാടുന്നത്, അവിടെ വെള്ളത്തിൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ആക്ച്വലി എന്താ, ഓൻ്റെ ഡോപ്പമിൻ സിസ്റ്റം ഹാക്ക് ചെയ്ത പോലെയാണ്. അത് തന്നെയാണ് ഓനക്ക് ഏറ്റവും കിട്ടുന്ന എന്താ പറയുക റിവാർഡ്. ആരും ഓനെ മോട്ടിവേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, എന്നും വൈകുന്നേരം ഓൻ കുളത്തിലെത്തും. ഇനി രണ്ടാമതാണ് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ. എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു സംഭവം ചെയ്യുന്നത് എന്തുമായിട്ട് റിലേറ്റഡ് ആണ്, ഒരു ഔട്ട്കം ആയിട്ട് റിലേറ്റഡ് ആണ്. അത് പോസിറ്റീവ് ആവാം നെഗറ്റീവ് ആവാം. ഞാൻ പറഞ്ഞുതരാം. നിങ്ങളൊരു കാര്യം ചെയ്യുകയാണ്, എന്തിന്? വേറെ ഉള്ളവരെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പണിഷ്മെൻറ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഉള്ളിൽ തോന്നുന്ന ഗിൽറ്റോ ഷെയിമോ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അതായത് ആ ആക്ടിവിറ്റി ഇറ്റ് സെൽഫ് അതിനൊരു എന്താ പറയുക എൻ്റെ റീസൺ അല്ല അത് ചെയ്യാൻ വേണ്ടിയിട്ട്, പകരം ഒരു ഔട്ട്കം റിലേറ്റഡ് ആണ്. വേറെ എന്തോ ഒരു സംഭവം അതിന് പുറമേ ഒരു സംഭവമായിട്ട് റിലേറ്റഡ് ആണ്. അത് ചിലപ്പോൾ റിവാർഡുകളാവാം, അല്ലെങ്കിൽ പണിഷ്മെൻറ്റുകളാവാം, നെഗറ്റീവ് ആവാം, പോസിറ്റീവ് ആവാം. പക്ഷേ ഈ ഒരു സംഭവം ചെയ്യാൻ കാരണം ഈ ഒരു സംഭവമാണ് എന്നുള്ള രീതിയിൽ സിമ്പിൾ ലൈനിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ ഈസ് വെൻ യു ഡു സംതിങ് നോട്ട് ബിക്കോസ് യു എൻജോയ് ഇറ്റ് ബട്ട് ബിക്കോസ് ഓഫ് വാട്ട് യു വിൽ ഗെറ്റ് ഓർ വാട്ട് യു ആർ ട്രൈങ് ടു അവോയ്ഡ്. ഒരു ബ്രീഫ് എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇമാജിൻ ചെയ്യാം, നിങ്ങളൊരു കോൾ സെൻറ്ററിലാണ് വർക്ക് ചെയ്യുന്നത്. നിങ്ങൾ ഓഫീസ് രാവിലെ 9:30 തുടങ്ങും. നോർമലി ചിലപ്പോൾ കോൾ സെൻറ്റർ രാത്രിയൊക്കെ ആയിരിക്കും. എന്നാൽ ഈ ഒരു എക്സാമ്പിളിൽ രാവിലെ 9:30 തുടങ്ങുമെന്ന് വിചാരിക്കാം. നിങ്ങൾക്ക് ആക്ച്വലി ഈ ഒരു വർക്ക് തീരെ ഇഷ്ടമല്ല, പക്ഷേ നിങ്ങൾക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല. നിങ്ങൾ ഇത് നിർത്തി കഴിഞ്ഞാൽ, ഈ വർക്ക് നിർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വൈഫും ഉണ്ട്, അതുപോലെ 2 കുട്ടികളും ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ആ ഒരു ടൈമിൽ ഓല് ഭയങ്കര രീതിയിൽ ബുദ്ധിമുട്ടും, നിങ്ങളുടെ ഫാമിലി ആകെ സ്ട്രഗിൾ ചെയ്യും, ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് ഇറങ്ങാനും പറ്റില്ല, നിങ്ങൾക്കിത് ഇഷ്ടമില്ല. രാവിലെ മുതൽ അവിടെ പോയി കഴിഞ്ഞാൽ അതിൽ വിളിക്കുന്ന ചില കസ്റ്റമേഴ്സ്, കംപ്ലൈൻറ്റ് ആയിക്കാണ്ട് വരുന്ന ചില ആൾക്കാരെ യു ജസ്റ്റ് ഫീൽ ലൈക്ക് റിപ്പിംഗ് ദെയർ ത്രോട്ട്. അത്രയും എന്താ പറയുക അനോയിങ് ആയിട്ടുള്ള രീതിയിലുള്ള കോളുകളൊക്കെ നിങ്ങൾക്ക് എടുക്കേണ്ടി വരികയാണ്. പക്ഷേ നിങ്ങൾക്ക് അവിടെ വേറെ ഓപ്ഷൻ ഇല്ല. നിങ്ങളത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലി നിങ്ങൾ സ്ട്രഗിൾ ചെയ്യും. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഓക്കെ, അപ്പോൾ ഇൻട്രിൻസിക് മോട്ടിവേഷനാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഇൻട്രിൻസിക് മോട്ടിവേഷൻ നല്ലതും എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ ചീത്തതും. നോ, ദാറ്റ്സ് നോട്ട് വാട്ട് ഐ എം സെയിങ്.
ഞാൻ ഇങ്ങനെ ഇതിനെക്കുറിച്ച് ഇങ്ങനെ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോയിന്റുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ തപ്പി ഇങ്ങനെ റിസർച്ചിങ്ങിൽ ഇങ്ങനെ പോകുമ്പോൾ എൻ്റെ കണ്ണിൽ പെട്ടൊരു സംഭവമാണ് ഈ ഒരു ഇമേജ്. അപ്പോൾ ഇതിൻ്റെ റൈറ്റ് സൈഡിൽ കാണാൻ പറ്റുന്നുണ്ടാവും ഇൻട്രിൻസിക് മോട്ടിവേഷൻ, നടുവിൽ എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ, ലെഫ്റ്റിൽ ആ മോട്ടിവേഷനും. അപ്പോൾ ഇതിലുള്ള ഫുള്ള് കാര്യങ്ങൾ എനിക്കറിയില്ല. പക്ഷേ എനിക്ക് ഇതിൽ നിന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റിയൊരു സംഭവം എന്ന് വെച്ചാൽ എത്രത്തോളം ഒരു മോട്ടിവേഷൻ കൺട്രോൾഡ് മോട്ടിവേഷനിൽ നിന്ന് കൂടുതൽ ഓട്ടോണമസ് ആകുന്നോ അത്രത്തോളം ആ ഒരു സംഭവം നമുക്ക് ഇൻഹെറൻ്റ്ലി എൻജോയബിൾ ആയിട്ട് കുറേ കാലം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മോട്ടിവേഷനായിട്ട് മാറുന്നുണ്ട്. അതായത് അത്രത്തോളം ഇൻട്രിൻസിക് മോട്ടിവേഷൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് എന്നുള്ളത്. ഇപ്പോൾ ഇൻട്രിൻസിക് മോട്ടിവേഷൻ്റെ താഴെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ അടിയിലുണ്ടാവും എന്ത്, ഇൻഹെറൻ്റ്ലി ഓട്ടോണമസ് മോട്ടിവേഷൻ. അതായത് ഞാൻ പറഞ്ഞു ഒരു കാര്യം നമ്മൾ ആ സംഭവം ചെയ്യുന്നത് നമുക്ക് ഇഷ്ടമാണ്, നമ്മളത് എൻജോയ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് നമ്മൾ ചെയ്യണം. അപ്പോൾ അവിടെ വേറെ പുറത്തുനിന്നുള്ള ഒരു സംഭവമില്ല, പുറത്ത് വേറെ റിവാർഡായിട്ടോ പണിഷ്മെൻ്റ് ആയിട്ടോ ഒന്നും അത് ടൈഡല്ല, കംപ്ലീറ്റ്ലി ഓട്ടോണമസ് ആണ്. നമുക്ക് എന്താ പറയുക, ഫുൾ ഫ്രീഡാണ്. ആ ഒരു സംഭവത്തിൻ്റെ എൻജോയ്മെൻറ്റ് കൊണ്ട് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. അത് ഇൻഹെറൻ്റ്ലി ഓട്ടോണമസ് ആണ്. അതാണ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ. നമുക്ക് വേണമെങ്കിൽ നമ്മളെ പാഷൻ, അത് നമ്മൾ ചെയ്യാൻ എൻജോയ് ചെയ്യുന്ന പല സാധനങ്ങൾ ഉണ്ടാവില്ല. ഇപ്പോൾ നമ്മൾ ബൈക്ക് റൈഡ് ചെയ്യാൻ നമുക്ക് ഇഷ്ടമാണ്, അല്ലെങ്കിൽ ഇതേപോലെ കുളത്ത് ചാടാൻ പോകാൻ നമുക്ക് ഇഷ്ടമാണ്, അല്ലെങ്കിൽ നമുക്ക് ഡ്രോയിങ് ഇഷ്ടമാണ്. ജസ്റ്റ് ആ ഒരു സംഭവം അതിൻ്റെ പ്യുവർ എൻജോയ്മെൻറ്റ് കൊണ്ട് മാത്രം ചെയ്യാണ്. അത് നമ്മൾ കംപ്ലീറ്റ്ലി നമ്മളെ വില്ലാണ് അത് ചെയ്യുന്നത്, ഓട്ടോണമസ് ആണ്. ആ ഒരു സംഭവമാണ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ. അപ്പോൾ നിങ്ങൾ കുറച്ച് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ തന്നെ ലെഫ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ കൺട്രോൾഡ് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ ഉണ്ടാവും. അതായത് ഞാൻ ഫസ്റ്റ് പറഞ്ഞ കോൾ സെൻറ്ററൊക്കെ അതിനൊരു എക്സാമ്പിളാണ്. പിന്നെ ഇങ്ങോട്ട് തലക്കൊക്കെ വരുന്നതിനനുസരിച്ച് ആ ഒരു കൺട്രോളിങ് കുറഞ്ഞ് പിന്നീട് എന്താവുന്നു, ഓട്ടോണമസ് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ ആവുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ നല്ലതും എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ ചീത്തതും എന്നുള്ള രീതിയിലല്ല. പകരം ഇവിടെ എക്സ്ട്രിൻസിക് മോട്ടിവേഷനെ തന്നെ നമുക്ക് രണ്ടെണ്ണമായിട്ട് എടുക്കാം. ഇൻട്രിൻസിക് ഇൻഹെറൻ്റ്ലി ഓട്ടോണമസ് ആണ്, ഒക്കെ നമ്മളെ കയ്യിലാണ്, നമുക്കവിടെ പ്രത്യേകിച്ച് പ്രഷറോ കാര്യങ്ങളോ റിവാർഡോ ഒന്നുമില്ല, അതിൻ്റെ എൻജോയ്മെൻറ്റ് നമ്മൾ ചെയ്യുന്നത്. എന്നാൽ എക്സ്ട്രിൻസിക് മോട്ടിവേഷന് രണ്ട് സൈഡുകളായിട്ട് നമുക്ക് തിരിക്കാം. നമ്മളെ ഇമേജിൽ 4 പോയിന്റുകളുണ്ട്, പക്ഷേ പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി ഞാൻ രണ്ടെണ്ണമാക്കിയാണ്ട് തിരിക്കണുള്ളൂ. ഒന്നിനെ നമുക്ക് ഓട്ടോണമസ് ആയിട്ടും മറ്റേ നമുക്ക് കൺട്രോൾഡ് ആയിട്ടും വരാം. അതായത് ഓട്ടോണമസ് എക്സ്ട്രിൻസിക് മോട്ടിവേഷനും കൺട്രോൾഡ് എക്സ്ട്രിൻസിക് മോട്ടിവേഷനും. അപ്പോൾ നമ്മൾ കൺട്രോൾഡ് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ്റെ എക്സാമ്പിൾ പറഞ്ഞു. ആ ഒരു കോൾ സെൻറ്ററിൽ വർക്ക് ചെയ്യുന്ന ആൾ അതിനൊരു എക്സാമ്പിളാണ്. അത് ഞാൻ പ്യുവർ എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ്റെ കീഴിലാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ചാൽ മതി, അവിടെ ഓനക്ക് വേറൊരു വഴിയില്ല. അവിടുത്തെ കാര്യങ്ങൾ ഓൻ ആ ജോലിക്ക് പോയേ പറ്റുള്ളൂ. അതിൻ്റെ ഡെഡ് ലൈൻ ആണെന്നുണ്ടെങ്കിലും ആ ഒരു ജോലിൻ്റെ ടൈം ലൈൻ ആണെന്നുണ്ടെങ്കിലും എപ്പോൾ തുടങ്ങും എപ്പോൾ അവസാനിക്കും, അതിന് ഓനക്ക് കിട്ടുന്ന സാലറി ആണെങ്കിലും ഒന്നിലും ഓനക്കൊരു കൺട്രോൾ ഇല്ല. ഓനക്കത് ആ ഒരു പ്രഷർ കാരണം ഓനക്കത് എന്തേ പറ്റുള്ളൂ, ചെയ്തേ പറ്റുള്ളൂ. സോ അതിൽ നിന്നുള്ള എൻജോയ്മെൻറ്റ് വളരെ കുറവായിരിക്കും, കാരണം അത് ഫോഴ്സ്ഡ് ആണ്, കൺട്രോൾഡ് ആണ്. ഞാൻ എൻ്റെ ഒരു ഓവർവ്യൂ പറഞ്ഞുതരാം. ഞാൻ ഈ യൂട്യൂബ് ചാനൽ റൺ ചെയ്യുന്ന എൻ്റെ ഒരു മൈൻഡ് സെറ്റ്, അല്ലെങ്കിൽ ഞാനിത് റൺ ചെയ്യുന്ന രീതി എങ്ങനെ ഞാൻ പറഞ്ഞുതരാം. എനിക്ക് ആക്ച്വലി റൈറ്റ് ചെയ്യാൻ ഇഷ്ടമാണ്. ഞാൻ ചെറുപ്പത്തിലൊക്കെ എസ്സേ സബ്ജക്റ്റുകളിൽ ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെ ഞാൻ അത്യാവശ്യം മാർക്ക് വാങ്ങിയ ആളാണ്. എനിക്ക് ലോങ് ഫോം സാധനങ്ങൾ എഴുതുന്നത് ഇഷ്ടമാണ്. അപ്പോൾ അത് ഏറ്റവും എന്താ പറയുക, ആ ഒരു സംഭവം തന്നെ ഞാനിപ്പോൾ ടാപ്പ് ചെയ്തു, ആ ഒരു സംഭവം തന്നെ ഞാനിപ്പോൾ ചെയ്യാൻ തുടങ്ങി എന്നുള്ള രീതിയിലാണ് എൻ്റെ ന്യൂസ് ലെറ്റേഴ്സ് ഞാൻ റൈറ്റ് ചെയ്യുന്നത്. ന്യൂസ് ലെറ്റേഴ്സിൽ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഒന്നുമില്ല, പക്ഷേ ഈ യൂട്യൂബിൻ്റെ കോർ എന്ന് പറയുന്നത്, ഇതിൻ്റെ റിസർച്ച് എന്ന് പറയുന്നത് മെയിനായിട്ട് വരുന്നത്, ഇതിൻ്റെ സ്ക്രിപ്റ്റ് ആയിട്ട് വരുന്നത് ആ ഒരു ന്യൂസ് ലെറ്ററാണ്. അപ്പോൾ എനിക്ക് എന്താ പറയുക, സയൻസ്, അതുപോലെ സൈക്കോളജി, അതുപോലെ ഫിറ്റ്നസ്, അതുപോലെ മൈൻഡ് സെറ്റ്, മൊത്തത്തിൽ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഡിസിപ്ലിൻ, കൺസിസ്റ്റൻസി, മോട്ടിവേഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചൊക്കെ പഠിക്കുന്നത് ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ തന്നെയാണ് എൻ്റെ യൂട്യൂബ് ചാനലിൽ ഈ സംഭവങ്ങളെ കുറിച്ച് പഠിക്കുന്നു, ഈ സംഭവങ്ങളെ കുറിച്ച് എഴുതുന്നു, ആ സംഭവം ഞാൻ യൂട്യൂബ് ചാനലിൽ പ്രസൻറ്റ് ചെയ്യുന്നു. അപ്പോൾ ചാനൽ അങ്ങനെയാണ് പോകുന്നത്. പക്ഷേ ഇത് എൻറ്റയർലി ഇൻട്രിൻസിക് അല്ല. ഈവൻ ദോ ഞാനത് എൻജോയ് ചെയ്യുന്നുണ്ട്, ഞാനത് പഠിക്കുന്നത് എനിക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിലും ഐ ആൾസോ ഹാവ് എക്സ്ട്രിൻസിക് ഗോൾസ്. ഐ ആൾസോ ഹാവ് ഔട്ട്കംസ് അല്ലെങ്കിൽ ഗോൾസ് ഔട്ട്സൈഡ് ഓഫ് ദ ആക്ടിവിറ്റി. അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ എനിക്ക് ഇത്ര വ്യൂസ് എത്തണം, അല്ലെങ്കിൽ ഇത്ര സബ്സ്ക്രൈബേഴ്സ് എത്തണം, അതുപോലെ തന്നെ കമ്മ്യൂണിറ്റിയിൽ ഇത്ര മെമ്പേഴ്സ് ജോയിൻ ചെയ്യണം, എത്രത്തോളം റവന്യൂ ഉണ്ടാക്കണം എന്നുള്ള സംഭവങ്ങൾ ഞാൻ സെറ്റ് ചെയ്യുന്നുണ്ട്. അത് പക്ക ഭയങ്കര റിജിഡ് ആയിക്കാണ്ടല്ല, എന്നാലും നമ്മൾ ഒന്നുമില്ലാതെ ജസ്റ്റ് ഇങ്ങനെ വീഡിയോ ഇട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് കാര്യമില്ലല്ലോ. നമുക്കൊരു ഡയറക്ഷൻ വേണമല്ലോ. നമുക്കൊരു ഇത്ര വളരണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ഡയറക്ഷൻ സെറ്റ് ചെയ്യണം. അത് വർക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ മാറ്റങ്ങൾ വരുത്തും, ആ ഒരു രീതിയിൽ. അപ്പോൾ അങ്ങനെ എനിക്ക് എക്സ്ട്രിൻസിക് ആയിട്ടുള്ള സംഭവങ്ങൾ ഇതിനുണ്ട്, അതുപോലെ ഇൻട്രിൻസിക് ആയിട്ട് ഞാനത് എൻജോയ് ചെയ്യുന്ന സംഭവങ്ങൾ ഇതിലുണ്ട്. പക്ഷേ ഇവിടെയുള്ള ആ ഒരു ഗോൾസിൻ്റെയും അതുപോലെ ഡെഡ് ലൈൻസ് ആണെന്നുണ്ടെങ്കിലും ടാസ്കിൻ്റെ ഒക്കെ ആണെന്നുണ്ടെങ്കിലും ഒക്കെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഒരു കോൾ സെൻറ്ററിൽ വർക്ക് ചെയ്യുന്ന ചെങ്ങായിൻ്റെതൊന്നും ഓൻ ചൂസ് ചെയ്തതല്ല, ഓനക്ക് അവിടെ ഒരു ഓട്ടോണമി ഇല്ല. പക്ഷേ ഇവിടെ യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഗോൾസ്, വ്യൂസിൻ്റെ ഒരു ഏകദേശം റേഞ്ച്, സബ്സ്ക്രൈബേഴ്സ് റേഞ്ച്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ സെറ്റ് ചെയ്തതാണ്. അതായത് എനിക്കൊരു ഡയറക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഏകദേശം നമുക്കൊരു ഈ രീതിയിൽ വളരണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പെർഫോമൻസ് കുറവാണ്, അപ്പോൾ നമ്മൾ കൂടുതൽ വർക്ക് ഇടണം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ പോകുന്നത് ഓക്കെയാണ് എന്നുള്ള സംഭവങ്ങൾ ഇന്നെ തന്നെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എനിക്ക് തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ സെറ്റ് ചെയ്ത സംഭവമാണ്. സോ ഇത് എൻ്റെ കയ്യിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ എക്സ്ട്രിൻസിക് ഗോൾസുകൾ ഉണ്ടായാലും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും,
ആ ഒരു സംഭവം കൂടുതൽ എൻജോയബിൾ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇപ്പോൾ എൻ്റെ CA ജേണിയിൽ തന്നെ ഞാനിത് നോക്കുമ്പോൾ എനിക്ക് ഈ ഒരു സംഭവം കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ്റെ ഇൻട്രിൻസിക് മോട്ടിവേഷൻ്റെ ഒരു കോമ്പിനേഷൻ. എക്സ്ട്രിൻസിക് എന്ന് പറയുമ്പോൾ ഓട്ടോണമസ് ടൈപ്പ് കേട്ടോ. ഇപ്പോൾ ഞാൻ ഈ ഒരു CA ഇൻ്ററിലൊക്കെ പഠിക്കുന്ന ടൈമിൽ അതാണ് എനിക്ക് കൂടുതൽ ഓർമ്മയിലുള്ളത്. ഫൗണ്ടേഷനെക്കാളും കൂടുതൽ എനിക്ക് എക്സാം ക്രാക്ക് ചെയ്യണം, എനിക്ക് നല്ല അത്യാവശ്യം റെസ്പെക്റ്റ് ഉള്ള ഒരു പ്രൊഫഷനിൽ കയറി പറ്റണം എന്നുള്ള ആഗ്രഹമുണ്ട്. എൻ്റെ പാരൻസിനെ പ്ലീസ് ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട്. കാരണം ഓല് തരുന്ന ഫീസ് കൊണ്ടൊക്കെയാണ് ഞാൻ പഠിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ എക്സ്ട്രിൻസിക് ഗോൾസുകൾ എനിക്കുണ്ട്. എന്നാൽ അതേ സമയം എനിക്ക് രാവിലെ നേരത്തെ എണീറ്റാണ്ട് കോഗ്നിറ്റീവ്ലി ഡിമാൻഡിങ് ആയിട്ടുള്ള സംഭവങ്ങൾ ചെയ്യുന്നത് ഇഷ്ടമാണ്. എനിക്ക് ചലഞ്ചസ് ഇഷ്ടമാണ്, എനിക്ക് പ്രഷർ ഇഷ്ടമാണ്, എനിക്കൊരു ചെറിയ രീതിയിലുള്ള ഒരു സ്ട്രെസ്സ്, ഒരു പോസിറ്റീവ് രീതിയിലുള്ള സ്ട്രെസ്സ്, കുറച്ചെങ്കിലും നമ്മളോട് കഴിയാത്ത രീതിയിലുള്ള സ്ട്രെസ് ആണെന്നുണ്ടെങ്കിൽ പ്രശ്നമാണ്. പക്ഷെ എന്നാൽ ആ ഒരു പുഷ് കിട്ടുന്ന രീതിയിലുള്ള ആ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ആ ഒരു സ്ട്രെസ് എനിക്ക് ഇഷ്ടമാണ്. സോ അതും ഒരു ഇൻട്രിൻസിക്കിൻ്റെയും അതുപോലെ എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ്റെ ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവം എന്താ വെച്ചാൽ, എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമുക്ക് കുറേ കാലം ഒരു സംഭവം ചെയ്യാൻ മോട്ടിവേഷൻ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഇൻട്രിൻസിക് റീസൺസും ഉണ്ടാക്കുക. അതുപോലെ പോസിബിളി നമ്മൾ അതൊരു പാഷൻ അല്ല, നമുക്ക് അതിനൊരു ഇൻകം വേണം, അല്ലെങ്കിൽ അത് നമ്മളൊരു കരിയർ കൈകാണ്ട് അങ്ങനെ ചൂസ് ചെയ്യണതാണ് എന്നുണ്ടെങ്കിൽ അതിലെന്തും ഉണ്ടാവും, എക്സ്ട്രിൻസിക് ഗോളുകളും ഉണ്ടാവും. അപ്പോൾ എക്സ്ട്രിൻസിക് ഗോളുകളും അല്ലെങ്കിൽ എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ വരുമ്പോൾ അത് അതിൻ്റെ ബേസിലായിരിക്കണം നമ്മൾ തന്നെ സെറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒന്നുകൂടി ഓട്ടോണമസ് ആയിട്ടുള്ള സംഭവങ്ങളാവണം. അപ്പോൾ ഇൻട്രിൻസിക് മോട്ടിവേഷനും അതുപോലെ ഓട്ടോണമസ് എക്സ്ട്രിൻസിക് മോട്ടിവേഷനും കൂടി രണ്ടിനും കൂടി കോമ്പിനേഷൻ വരുമ്പോൾ നമുക്ക് ആ സാധനം എന്ത് ചെയ്യാൻ പറ്റും, കുറേ കാലം എൻജോയ് ചെയ്തുകൊണ്ടും അതുപോലെ അതിൻ്റെ ഗോൾസുകൾ അച്ചീവ് ചെയ്തുകൊണ്ടും ചെയ്യാൻ പറ്റും. കംപ്ലീറ്റ്ലി ഔട്ട്കത്തിൽ ഫോക്കസ് ചെയ്യാതിരിക്കുക, ലേൺ ടു എൻജോയ് ദ വർക്ക്. ജസ്റ്റ് നിങ്ങൾ അത്ലീറ്റ്സിൻ്റെ ലൈഫ് ഒന്ന് നോക്കി. ഫുട്ബോൾ പ്ലെയേഴ്സ്, മാരത്തോൺ റണ്ണേഴ്സ്, അല്ലെങ്കിൽ ഒളിമ്പിക് ട്രയൽസിന് വേണ്ടി അല്ലെങ്കിൽ ഒളിമ്പിക്സിൽ കിട്ടാൻ വേണ്ടിയിട്ട് ട്രെയിൻ ചെയ്യണോലും ഇവരുടെ ട്രെയിനിങ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല പെയിൻഫുള്ളാണ്. കാരണം ഞാൻ ഭയങ്കര ലെവൽക്കൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം നമ്മൾ മാരത്തോണും കാര്യങ്ങളൊക്കെ ട്രെയിൻ ചെയ്യുന്ന ആൾക്കാരൊപ്പം ട്രെയിൻ ചെയ്തിട്ടുണ്ട്, അങ്ങനെ ഓടാനൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയാം ഇവർ ചെയ്യുന്ന സംഭവങ്ങൾ അത്യാവശ്യം നല്ല ഹാർഡായിട്ടുള്ള സംഭവങ്ങളാണ്. മെൻ്റലി ആണെന്നുണ്ടെങ്കിൽ ഫിസിക്കലി ആണെന്നുണ്ടെങ്കിൽ നല്ല ഹാർഡായിട്ടുള്ള ട്രെയിനിങ് ആണ് ഇവർ വരുന്നത്. ഇപ്പോൾ രാവിലെ എന്നാണ്ട് ഇപ്പോൾ നമ്മളൊക്കെ TV-യിലും കാണുന്നത് അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ കാണുന്നത് എന്താണ്, അവർക്ക് പ്രൈസ് കിട്ടുന്നതും ട്രോഫി കിട്ടുന്നതൊക്കെയാണ്. അതിനിപ്പോൾ ഫൈറ്റിംഗ് ആണെന്നുണ്ടെങ്കിലും ഫുട്ബോൾ ആണെന്നുണ്ടെങ്കിലും എല്ലാത്തിൻ്റെയും അച്ചീവ്മെൻറ്റുകളാണ് ഓല ഓഡിയൻസിന് മാർക്കറ്റ് ചെയ്യുന്നത്. ആര്? നമ്മളെ മീഡിയ. എന്നാൽ അതേസമയം ഡെയിലി ഗ്രൗണ്ടിൽ വന്നിട്ട് അവർക്ക് വരാൻ തോന്നുന്നുണ്ടെങ്കിലും വരാൻ തോന്നുന്നില്ലെങ്കിലും ഇന്ന് മടിയാണെങ്കിലും മടിയില്ലെങ്കിലും എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഗ്രൗണ്ടിൽ വന്ന് പട്ടിപ്പണി എടുത്ത് ട്രെയിൻ ചെയ്താണ്ട് എന്നിട്ട് അത്രയും വർക്ക് കിട്ടീൻ്റെ എൻഡ് റിസൾട്ട് മാത്രമാണ് ഓൾക്ക് അവിടെ കിട്ടുന്നത്. ദേ ഏൺ ദെയർ ട്രോഫീസ് ഡ്യൂറിങ് പ്രാക്ടീസ് ആൻഡ് ദേ കളക്ട് ദം ഡ്യൂറിങ് ദെയർ കോമ്പറ്റീഷൻ എന്നുള്ളൊരു സംഭവം കേട്ടിട്ടുണ്ടാവും. ക്രിസ് വില്യംസിൻ്റെ പോഡ്കാസ്റ്റിലൊക്കെ വരലുണ്ട്, കേട്ടിക്കണേ ഞാൻ ആ സംഭവം. പക്ഷേ എത്ര പെയിൻഫുൾ ആണെന്നുണ്ടെങ്കിലും ആ ഒരു സംഭവം എൻജോയ് ചെയ്യുന്നുണ്ടാവും ആ ഒരു ട്രെയിനിങ്. അതുപോലെ തന്നെ ഓൾക്കിപ്പോൾ ഒരു 5 കിലോമീറ്റർ ഓടുന്ന ആളാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് അതൊരു 16 മിനിറ്റ് കൊണ്ട് തീർക്കണം എന്നുള്ളൊരു ഗോൾ ഉണ്ടാവും. അല്ലെങ്കിൽ ഫുട്ബോൾ പ്ലെയർ ആണെന്നുണ്ടെങ്കിൽ ഈ സീസണിൽ ഗോൾഡൻ ബൂട്ട് കിട്ടണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവും. അല്ലെന്നുണ്ടെങ്കിൽ ഒളിമ്പിക് ട്രയൽസിന് അതിന് വേണ്ടിയിട്ട് ട്രെയിൻ ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഒളിമ്പിക്സിൽ കയറണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവും. അവർക്കൊക്കെ ഈ ഒരു സംഭവം എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇൻറ്റേർണലി ഓല ആ സംഭവം എൻജോയ് ചെയ്യുന്നുണ്ട്, ആ ചെയ്യുന്ന സാധനം ഓല എൻജോയ് ചെയ്യുന്നുണ്ട്. അതിന് ഓൽക്കൊരു ഈവൻ അതൊരു ചലഞ്ചാണെങ്കിൽ പോലും പെയിൻ ഉണ്ടെങ്കിൽ പോലും ആ ഒരു സാധനം ആ ഒരു പെയിൻ ഓല എൻജോയ് ചെയ്യുന്നുണ്ട്. അതേസമയം ഓർക്ക് എന്തുകൊണ്ട് എക്സ്റ്റേണൽ ഔട്ട്കം ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഓലെന്നെ സെറ്റ് ചെയ്യുന്ന രീതിയിൽ ഓലെന്നെ ഒന്നിലെ ഓല കോച്ചും അങ്ങനെ ഓലെന്നെ അങ്ങനെ പേഴ്സണൽ ആയിക്കാണ്ടോ അല്ലെങ്കിൽ ഓല കോച്ചും കൂടിയിട്ട് അങ്ങനെ സെറ്റ് ചെയ്യുന്ന എക്സ്ട്രിൻസിക് ഗോൾസുകൾ ഓൽക്കുണ്ട്. ഓട്ടോണമസ് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ. ഒരിക്കലും കംപ്ലീറ്റ്ലി ആ റിവാർഡിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആ ട്രോഫിക്ക് വേണ്ടിയിട്ടോ അല്ല ചെയ്യുന്നത്. ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട്, ഹൗ ടു ഹാക്ക് യുവർ ബ്രെയിൻ ടു ലവ് ഹാർഡ് തിങ്സ് എന്ന് പറഞ്ഞാണ്ട്. അതിൽ ഞാൻ പറഞ്ഞിട്ടുള്ളൊരു സംഭവമാണ് ഡോപ്പമിനാണ് മെയിനായിട്ട് നമുക്ക് മോട്ടിവേഷൻ തരുന്നതെന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ടാസ്കുകളിൽ ഹാർഡായിട്ടുള്ള ടാസ്കുകൾ നമ്മൾ ചെയ്യുമ്പോൾ, നമ്മളത് എൻജോയ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളവിടെ ഡോപ്പമിനെ ശരിക്കും നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം. ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കും, പല സാധനങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് എന്തുണ്ടാവും, ഇഷ്ടം ഉണ്ടാവില്ല, ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും, ചലഞ്ചിങ് ആയിരിക്കും. പക്ഷേ കുറേ കാലം കഴിഞ്ഞിട്ട് നമ്മളത് ലുക്ക് ബാക്ക് ചെയ്യുമ്പോൾ, ബാക്ക് നോക്കുമ്പോൾ നമുക്ക് ലൈഫിൽ അധികം സന്തോഷം ഉണ്ടാക്കുന്ന സാധനങ്ങളും ചെയ്യുന്ന സമയത്ത് ചലഞ്ചിങ് ആയിരിക്കും, പക്ഷെ പിന്നീട് ബാക്കിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാക്കുന്ന സാധനങ്ങളായിരിക്കും. സിമ്പിൾ എക്സാമ്പിൾ പറയാം, ഞാനൊരു അയൺമാൻ കംപ്ലീറ്റ് ചെയ്തു എന്ന് വിചാരിക്കാം ഈ ഒരു 2026. അതായത് അയൺമാൻ എന്ന് പറഞ്ഞാൽ അതിൽ 3 ഇവൻറ്റ്സുകൾ ഉണ്ടാവും, സ്വിമ്മിങ് ഉണ്ടാവും, ട്രയാത്തലോണിൻ്റെ തന്നെ വേറൊരു എക്സ്ട്രീം വേർഷനാണ്. ഞാൻ അതിനെക്കുറിച്ച് വല്ല റിസർച്ച് ചെയ്തിട്ടില്ല, റീൽസുകളൊക്കെ കണ്ട പരിചയമുള്ളൂ. എന്നാലും പറയാം, സ്വിമ്മിങ് ഇത്ര കിലോമീറ്റർ എത്ര സ്വിമ്മിങ്, അതേപോലെ തന്നെ സൈക്ലിങ്, അതേപോലെ തന്നെ ഒരു മാരത്തോൺ കംപ്ലീറ്റ് ചെയ്യുക, അങ്ങനെ 3 സംഭവങ്ങൾ ഒരു എക്സ്ട്രീം വേർഷനാണ് അയൺമാൻ എന്നുള്ളത്. അപ്പോൾ ഈ ഇതിൽ കേട്ടോ, ഇനി മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം എൻ്റെ ഓർമ്മയിൽ. അപ്പോൾ ഈ അയൺമാൻ ഞാൻ 2026 കംപ്ലീറ്റ് ചെയ്തു എന്നുണ്ടെങ്കിൽ അത് ചെയ്യുമ്പോൾ, അതിന് ട്രെയിൻ ചെയ്യുമ്പോഴും അതേപോലെ തന്നെ അത് റേസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോഴും അത് ഭയങ്കര പണി തന്നെയായിരിക്കും.
കാരണം എനിക്കറിയാം ഒരു ട്രെയിനിങ്ങും ഇല്ലാതെ ഒരു ഹാഫ് മാരത്തോൺ ഓടിയ ആളാണ്. അങ്ങനെയുള്ള ഒരു സമയത്ത് എനിക്കറിയാം അത് മെൻ്റലി ഫിസിക്കലി എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ അത് ജസ്റ്റ് 21 കിലോമീറ്റർ, അപ്പോൾ 42 കിലോമീറ്റർ മാരത്തോണും 3 കിലോമീറ്റർ കടലിൽ കൂടെ നീന്തലും അതിൻ്റെ കൂടെ സൈക്ലിങ്ങും കൂടി ആലോചിക്കുമ്പോൾ അത് എത്രത്തോളം പണി ഉണ്ടാവും. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്കത് ഭയങ്കര സുഖമൊന്നും ഉണ്ടാവില്ല, നല്ല പണി തന്നെ ആയിരിക്കും. പക്ഷേ വൺസ് ആ ഒരു മെഡൽ കടിച്ചു പിടിക്കണ ആ ഒരു ഫോട്ടോ ഉണ്ടല്ലോ, അയൺമാൻ കംപ്ലീറ്റ് ചെയ്തു, ആ ഒരു അച്ചീവ്മെൻറ്റ് കിട്ടിയതിൻ്റെ ശേഷം, എന്നിട്ട് അത് നമ്മളൊരു 5 കൊല്ലോ 10 കൊല്ലോ കഴിഞ്ഞിട്ട് നമ്മളെ ഫോട്ടോ ആൽബത്തിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് വരുന്നൊരു സന്തോഷം അല്ലെങ്കിൽ ഒരു ഫുൾഫിൽമെൻറ്റ് എത്ര ഉണ്ടാവും. അപ്പോൾ അതിന് മനസ്സിലാവണമെന്ന് വെച്ചാൽ ഒരു സാധനം ഫണ്ണാവണം അല്ലെങ്കിൽ ഭയങ്കര ഈസി ആവണം എന്നില്ല, എൻജോയബിൾ ആവണം എന്നുണ്ടെങ്കിൽ. അത് ചലഞ്ചിങ് ആണെന്നുണ്ടെങ്കിൽ ഹാർഡ് ആണെന്നുണ്ടെങ്കിൽ അത് എൻജോയബിൾ ആവാം. അപ്പോൾ അതിനാണ് ഡോപ്പമിൻ നല്ല രീതിയിൽ അല്ലെങ്കിൽ ശരിയായ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പോൾ ഡോപ്പമിന് എന്ന് പറയുന്നത്, ഡോപ്പമിൻ റിസപ്റ്റേഴ്സ്, ഞാൻ എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് വെച്ച് പറയുകയാണ്, ഞാൻ വേറെ വീഡിയോയിലൊക്കെ കണ്ടാണ് മനസ്സിലാക്കിയ സംഭവമാണ്. ഡോപ്പമിൻ എന്ന് പറയുന്നത് ഒരു ലെമൺ പോലെയാണ്. ഞാൻ ഇതിനു മുമ്പൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് നമുക്കത് സ്ക്യൂസ് ചെയ്യുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. ഇപ്പോൾ ഒരു നാരങ്ങ നമ്മൾ പിഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ വരുന്ന ജ്യൂസിന് ഒരു ലിമിറ്റ് ഇല്ലേ. അതുപോലെ തന്നെ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഡോപ്പമിൻ റിലീസ് ചെയ്യുന്ന ഓരോ സംഭവങ്ങൾ ചെയ്യുമ്പോഴും കുറച്ചായിട്ട് ജ്യൂസുകൾ നമ്മൾ എടുക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഹൈലി റിവാർഡിങ് ആയിട്ടുള്ള ഒറ്റയടിക്ക് ഒരുപാട് ഡോപ്പമിൻ റിലീസ് ചെയ്യുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ നമുക്കൊരു മിസ്റ്റേക്ക് ഉണ്ടാവും. എന്ത്, നമുക്ക് സന്തോഷം വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനത്തെ സംഭവങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഡോപ്പമിൻ വരുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് നമ്മൾ കൂടുതൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് കൂടുതൽ ഹാപ്പിനെസ് ഉണ്ടാവും എന്നുള്ളത്. പക്ഷേ പ്ലഷറും ഹാപ്പിനെസ്സും വ്യത്യാസമുണ്ട്. പ്ലഷർ വിത്തൗട്ട് എഫേർട്ടിലൂടെ നമുക്ക് കിട്ടുന്നതാണ്. എഫേർട്ട് ഇടാതെ നമുക്ക് കിട്ടുന്ന സാധനങ്ങൾ. അതായത് നമ്മൾ ഒരുപാട് ജങ്ക് ഫുഡ് കഴിക്കുന്നു, ഒരുപാട് ഭയങ്കര ഹോട്ട് ചോക്ലേറ്റും ഇങ്ങനത്തെ സാധനങ്ങളും ബർഗറും പിസ ഇങ്ങനത്തെ സാധനങ്ങളും കോള ഇതൊക്കെ പാട് ഒരുമിച്ച് കഴിച്ച് കഴിഞ്ഞാൽ ആ കഴിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. പക്ഷെ അപ്പോഴത്തേനും അത് കഴിയുമ്പോൾ നമ്മളെ മൊത്തം ഡോപ്പമിൻ നമ്മൾ സ്ക്വീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ ഡ്രഗ്സ് യൂസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഫോൺ കാണുമ്പോൾ, ഇതൊക്കെ ഒരിക്കലും കൂടുതൽ ചെയ്യുന്നതിനനുസരിച്ച് കൂടുതൽ സന്തോഷം കൂടില്ല, അതിൻ്റെ അളവ് കുറഞ്ഞേ വരുള്ളൂ. കാരണം ഇതിൻ്റെ സാധനം കഴിഞ്ഞിരിക്കണേ, ഡോപ്പമിൻ കഴിഞ്ഞിരിക്കണേ, ഇനി റിലീസ് ചെയ്യാനില്ല. പക്ഷെ അതേസമയം നമ്മളിങ്ങനത്തെ ഹാർഡായിട്ടുള്ള സംഭവത്തിൽ നിന്നാണ് അല്ലെങ്കിൽ ഹാർഡായിട്ടുള്ള സംഭവങ്ങൾ ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഡോപ്പമിൻ ഉൽപ്പാദിപ്പിക്കാനുള്ള ആ ഒരു സംഭവം നമ്മളെ ബ്രെയിനെ നമ്മൾ ട്രെയിൻ ചെയ്ത് വെച്ചിക്കണമെന്നുണ്ടെങ്കിൽ, അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. വെച്ചിക്കണമെന്നുണ്ടെങ്കിൽ ആ ഓരോ സംഭവങ്ങൾ ചെയ്യുമ്പോഴും കുറച്ച് ഡോപ്പമിൻ എടുക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് അതിന് പിന്നെ വേറെ എന്തിൻ്റെ ആവശ്യം ഉണ്ടാവില്ല, ഒരു റിവാർഡ്, ഒരു സംഭവം കിട്ടേണ്ട ആവശ്യം ഉണ്ടാവില്ല. ആ സാധനം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്തുണ്ടാവും, ആ ഒരു എൻജോയ്മെൻ്റ് ഉണ്ടാവും. ഡോപ്പമിൻ എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കലി റീഫില്ലാവും. ഈവൻ നമ്മളത് ഫുള്ള് സ്ക്വീസ് ചെയ്തിക്കണമെങ്കിൽ പോലും പിന്നീട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോൾ വീണ്ടും എന്ത് ചെയ്യും, ആ ഡോപ്പമിൻ അത് റീഫില്ലാവും. നമ്മൾ ഉറങ്ങിയൊക്കെ എണീക്കുമ്പോഴത്തേനും അത് റീഫില്ലാവും. അപ്പോൾ നമ്മൾ ഈ ഹൈലി ഡോപ്പമിൻ റിലീസിങ് ആയിട്ടുള്ള സാധനങ്ങൾ ചെയ്ത് കണ്ട് ഫുള്ള് കാലിയാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മളത് ചെയ്യുമ്പോൾ നമ്മൾ ഡിപ്രസിങ് സ്റ്റേറ്റിലേക്ക് പോവുള്ളൂ. പക്ഷെ നമ്മൾ ശരിയായ രീതിയിൽ ഇങ്ങനെയുള്ള ഹാർഡ് തിങ്സിലൂടെയാണ് അത് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഒറ്റയടിക്ക് ഒന്നായിട്ട് പോവില്ല. നമുക്ക് എപ്പോഴും ആ ഒരു ബേസ് ലൈന്, ആ ഒരു മൂഡ്, ആ ഒരു മോട്ടിവേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഹാർഡ് തിങ്സ് എൻജോയബിൾ ആക്കണം എന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും നല്ല വഴി എന്താ വെച്ച് കഴിഞ്ഞാൽ ഹാർഡ് തിങ്സുകൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഭയങ്കര രീതിയിലുള്ള വലിയ റിവാർഡുകൾ കൊടുക്കാതെ വെക്കുക. അതെന്താ വെച്ചാൽ ചെറിയ റിവാർഡ് കൊടുക്കാം, നമ്മളെ ബോഡി അത് ചെയ്യാൻ ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറിയ റിവാർഡുകൾ കൊടുക്കാം. പക്ഷേ ഒറ്റയടിക്ക് ഭയങ്കര ഹെവി ഡോപ്പമിൻ സ്പൈക്ക് ഉണ്ടാക്കുന്ന രീതിയിലുള്ള റിവാർഡ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ആക്ടിവിറ്റി ആ റിവാർഡായിട്ട് റിലേറ്റഡ് ആവും. പിന്നെ നമ്മൾ ചെയ്യുന്നത് കംപ്ലീറ്റ്ലി എക്സ്ട്രിൻസിക് റീസൺ ആവും, ആ ഒരു റിവാർഡിന് വേണ്ടിയിട്ടാവും, അത് കിട്ടാൻ വേണ്ടിയിട്ടാവും, അതിന് ഡിപ്പെൻഡൻ്റ് ആവും. അതിന് പകരം നമുക്ക് റിവാർഡ് കൊടുക്കാം, പക്ഷേ ആ ഒരു ആക്ടിവിറ്റി ഇറ്റ്സെൽഫ് എൻജോയബിൾ ആക്കാൻ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ റിവാർഡ് കൊടുക്കാതെ തുടക്കത്തിലും എൻഡിലും വലിയ രീതിയിലുള്ള റിവാർഡുകൾ കൊടുക്കാതെ ചെറിയ രീതിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനുള്ള ട്വീക്സുകൾ നമുക്ക് ചെയ്യാം. അതല്ലാതെ ഹെവി റിവാർഡ്സുകൾ കൊടുക്കാതെ ആ ആക്ടിവിറ്റി തന്നെ ചെയ്ത് അത് എൻജോയ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ ദാറ്റ്സ് ദ ബെസ്റ്റ് വേ. ഞാൻ ഒരു സംഭവം പറഞ്ഞുതരാം, നിങ്ങൾക്ക് അറിയണ്ടാവും ചിലപ്പം. ഫ്ലോ സ്റ്റേറ്റ് എന്ന് പറഞ്ഞൊരു സാധനം, അതായത് നമ്മൾ പല ആൾക്കാർ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഓലുണ്ടാക്കുന്ന മിസ്റ്റേക്കാണ് എൻജോയ്മെൻറ്റും പ്ലഷറും ഒന്നാണെന്നുള്ള വിചാരം, അല്ലെങ്കിൽ ഹാപ്പിനെസ്സും പ്ലഷറും ഒന്നാണെന്നുള്ളത്. പ്ലഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു എഫേർട്ട് ഇടാതെ കിട്ടുന്ന സാധനമാണ്. പക്ഷേ ശരിക്കും ലൈഫിൽ ഒരു ഫുൾഫിൽമെൻറ്റ് ഉണ്ടാക്കുന്ന സാധനം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫ്ലോ സ്റ്റേറ്റ് ആണ്. അതായത് നമ്മൾ ചെയ്യുന്ന വർക്ക് നമുക്ക് ഭയങ്കര ഗതികേടാണ്, നമുക്ക് ഭയങ്കര സ്ട്രെസ് ഉണ്ട്, നമ്മളെ ഹാൻഡ്സ് കൈയിൻ്റെ ഉള്ളിൽ ഒതുങ്ങാത്ത സംഭവമാണ്, നമ്മളെ കൈയിൻ്റെ ഉള്ളിൽ ഒതുങ്ങാത്ത അത്രയും സ്ട്രെസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെന്താവും, ആങ്ഷ്യസ് ആവും, നമുക്ക് ചെയ്യാൻ പറ്റില്ല, നമ്മൾ ആങ്ഷ്യസ് ആയിക്കാണ്ട് നമ്മളത് നിർത്തും. ഇനി അത് തീരെ സ്ട്രെസ് ഇല്ലാന്നുണ്ടെങ്കിൽ അതെന്താവും, ഭയങ്കര ഈസി ആയിക്കാരം. അപ്പോൾ നമുക്ക് ബോറടിച്ചു. ഇപ്പോൾ ഒരു 50 കിലോ ബെഞ്ച് പ്രസ് എടുക്കാൻ പറ്റുന്ന ഒരാൾക്ക് ഒരു 5 കിലോൻ്റെ വെയിറ്റ് എടുത്താണ്ട് ഇതുകൊണ്ട് 12 റെപ്പ് ബെഞ്ച് പ്രസ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഓൽക്കതൊരു അന്നത്തെ ഫുൾ എക്സസൈസ് അതാണ്. അതേ ജിമ്മിക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു പുതിയ ജിമ്മിക്ക് പോകുമ്പോൾ അവിടുത്തെ ട്രെയിനർ ആ വർക്കൗട്ട് കൊടുക്കുന്നത്. ഓൻ പറഞ്ഞത് ഓൻ ഓൾറെഡി ജിമ്മിൽ 1-2 കൊല്ലം വർക്കൗട്ട് ചെയ്താണ്, അവൻ 50 കിലോ ബെഞ്ച് പ്രസ് ചെയ്യാൻ പറ്റും. പക്ഷേ ആ ട്രെയിനർ ഓനക്ക് കൊടുക്കുന്നത് 5 കിലോനാണ്. അപ്പോൾ ഓനക്കൊരു ബോറടി ഉണ്ടാവില്ല, ഞാൻ ചെയ്താണ്ട് പിരാന്തടിച്ചാൽ എനിക്ക് ഇതൊക്കെ ഭയങ്കര സിമ്പിളാണെന്നുള്ളത്.
ആ രീതിയിൽ സ്ട്രെസ്സ് വളരെ കുറവാണെന്നുണ്ടെങ്കിലും നമുക്കൊരു സാധനം എൻജോയ് ചെയ്യാൻ പറ്റില്ല, അതുപോലെ ഓവറാണെന്നുണ്ടെങ്കിലും എൻജോയ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ള ഒരു സ്വീറ്റ് സ്പോട്ടാണ് ഫ്ലോ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അതായത് അത്യാവശ്യം നമുക്ക് ചലഞ്ചിങ് ആണ്, എന്നാൽ ടു മച്ചും അല്ല. ആ ഒരു സ്ട്രെസ് എന്ന് പറയുന്ന നല്ല സ്ട്രെസ്സ്, നമുക്ക് പോസിറ്റീവായിക്കാണ് മുമ്പോട്ട് പോകാൻ പറ്റുന്ന ആ ഒരു സ്ട്രെസ്സ് ഉള്ള സംഭവമാണ് ഫ്ലോ സ്റ്റേറ്റ്. അപ്പോൾ ഈ ഒരു ഫ്ലോ സ്റ്റേറ്റ് ആണ് സത്യം പറഞ്ഞാൽ നമ്മൾ ആ ഒരു ചലഞ്ച് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കാം. ഇപ്പോൾ ഞാൻ എഴുതുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഇതിനെ സംബന്ധിച്ച് ഞാൻ രാവിലെ ന്യൂസ് ലെറ്റർ എഴുതുമ്പോൾ ഞാനിവിടെ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ച് ഇങ്ങനെ ആ കോഫിയൊക്കെ കുടിച്ച് പതുക്കെ ഇങ്ങനെ എഴുതുന്നു. അതിനെ സംബന്ധിച്ച് അത് അത്യാവശ്യം ചലഞ്ചിങ് ആണ്, മെൻ്റലി ടാക്സിങ് ആണ്, എന്നാൽ അത് എൻജോയബിളും ആണ്. എൻ്റെ മൈൻഡ് വേറെ എടുക്കും പോകണില്ല, എൻ്റെ മൈൻഡ് അധികം എന്താണ് ആ ഒരു ടാസ്ക് തന്നെ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഞാനവിടെ ഫ്ലോ സ്റ്റേറ്റിലാണ്. ഫ്ലോ ഇസ് ദ ഒപ്റ്റിമൽ സ്റ്റേറ്റ് ഓഫ് ഹ്യൂമൻ എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എൻജോയ്മെൻറ്റ്, ഫുൾഫിൽമെൻറ്റ്, ഹാപ്പിനെസ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ഫ്ലോ എന്നുള്ളത്. മിഹാലി എന്ന് പറഞ്ഞിട്ടുള്ള ആൾ മൂപ്പരെ ഫ്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ബുക്കിൽ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൺക്ലൂഷനിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. ഔട്ട്ലയേഴ്സ് ക്ലബിൻ്റെ മെമ്പർഷിപ്പ് ഇപ്പോൾ ഓപ്പൺ ആണ്. ഇഫ് യു വാണ്ട് ടു ഇംപ്രൂവ് യുവർ ലൈഫ്, യു വാണ്ട് ടു ബിക്കം ഡിസിപ്ലിൻ, യു വാണ്ട് ആൻ ഓർഗനൈസ്ഡ് ലൈഫ് സ്റ്റൈൽ, അതുപോലെ തന്നെ യു നീഡ് ലൈക്ക് മൈൻഡഡ് പീപ്പിൾ, നമ്മളെ വിന്നും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഔട്ട്ലയേഴ്സ് ക്ലബ്ബ് വിൽ ബി എ ഗ്രേറ്റ് റിസോഴ്സ് ഫോർ യു. ഔട്ട്ലയേഴ്സ് ക്ലബ്ബിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് കോഴ്സുകൾ ഉണ്ടാവും, ലൈവ് സെഷൻസ് ഉണ്ടാവും, ഗസ്റ്റ് സെഷൻസ് ഉണ്ടാവും, റിയൽ ലൈഫ് മീറ്റപ്സ് ഉണ്ടാവും, അതുപോലെ ഡൗട്ട് ചോദിക്കാനും അതുപോലെ വിൻസ് ഷെയർ ചെയ്യാനും ചലഞ്ചസ് ഷെയർ ചെയ്യാനൊക്കെ ഉള്ള സ്പേസ് ഉണ്ടാവും. സോ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഫുൾ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ആ ലിങ്കിൽ പോയാൽ മതി, വെബ്സൈറ്റിൽ എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവും. ശരിക്കും സ്റ്റഡീസ് ഷോ ചെയ്യുന്നൊരു സംഭവമാണ്, ഏറ്റവും കൂടുതൽ എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ റിലേ ചെയ്യുന്ന ആൾക്കാരൊക്കെ സമയം പോകുന്തോറും ആസ് ടൈം ഗോസ് ഓൺ ഓലിങ്ങനെ ഡിപ്രസ്ഡ് ആയിട്ട് വരും. എന്നാൽ അതേസമയം ചലഞ്ചിങ് ആയിട്ടുള്ള ഹാർഡ് തിങ്സുകൾ ചെയ്തുകൊണ്ട് അതിൽ നിന്ന് എൻജോയ്മെൻറ്റ് കണ്ടെത്തുന്ന ആൾക്കാർ, ഇൻട്രിൻസിക്കലി മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ, ദേ ടെൻ ടു എൻഡ് അപ്പ് ഹാപ്പിയർ. ഇനി ഞങ്ങൾക്ക് കുറച്ച് ടിപ്സുകൾ പറഞ്ഞുതരാം. ഇപ്പം എൻ്റെ കേസിലാണെന്നുണ്ടെങ്കിലും ഈവൻ ദോ മൊത്തത്തിൽ ഒരു ബ്രോഡ് സ്പെക്ട്രത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ തൊട്ട് ഇവിടെ വരെ എത്തിയിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒരുപാട് ചലഞ്ചസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഞാനൊരു വോള് ഹിറ്റ് ചെയ്യുകയാണ്, എനിക്കൊരു തീരെ എനർജി ഇല്ലാത്ത സിറ്റുവേഷൻസ് വരികയാണ്. അറ്റ് എൻഡ് ഓഫ് ദ ഡേ ഞാൻ എന്തായാലും ഇത് പുഷ് ചെയ്യും, ഇവിടേക്ക് എത്തും. പക്ഷെ എന്നാലും അതിൻ്റെ ഇടയിൽ ഞാൻ സ്ട്രഗിൾ ചെയ്യുമ്പോൾ ഞാൻ യൂട്ടിലൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഞാൻ ഉപയോഗിക്കുന്ന കുറച്ച് ടിപ്സുകൾ പറഞ്ഞുതരാം. അതിലൊന്നാമത്താണ് ഒരു ക്വിക്ക് നാപ്പ്. 1 മണിക്കൂറിന് മുകളിലേക്ക് പോവാത്ത ചെറിയ രീതിയിലുള്ള ഉറക്കം, ലൈറ്റ് സ്ലീപ്പ്. ഇപ്പോൾ നമ്മൾ 1 മണിക്കൂറിന് മുകളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഡീപ്പ് സ്ലീപ്പിലേക്ക് എത്തും. സ്ലീപ്പിനെ കുറിച്ച് പഠിച്ചവർക്ക് അറിയുണ്ടാവും. ഇപ്പോൾ ഡീപ്പ് സ്ലീപ്പിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവിടെ നിന്ന് എണീക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ നമ്മൾ ഉറങ്ങിയതിനെക്കാട്ടും പ്രശ്നമായിരിക്കും, മൂഡൊക്കെ പ്രശ്നമായിരിക്കും. അങ്ങനെ ആയി കഴിഞ്ഞാൽ പക്ഷെ നമ്മളൊരു 1 മണിക്കൂറിൻ്റെ ഉള്ളിലുള്ള ചെറിയ നാപ്പൊക്കെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ സംബന്ധിച്ച് എനിക്ക് പുതിയ ഐഡിയാസ് ഒന്നും കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഉച്ച ടൈമിലൊക്കെ എനിക്ക് കുറച്ച് വർക്ക് ഉണ്ട്, എൻ്റെ രാവിലത്തെ റൈറ്റിംഗ് കഴിഞ്ഞിട്ടില്ല, അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ റൈറ്റ് ചെയ്തിരിക്കണം, എനിക്ക് ഒന്നും ഒരു ഐഡിയാസ് വരുന്നില്ല. അങ്ങനത്തെ സമയങ്ങളിൽ അല്ലെങ്കിൽ ഒരു തീരെ എനർജി ഫീൽ ചെയ്യണില്ല, എന്താ പറയുക, കാര്യങ്ങൾ ലേൺ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ഒരു ചെറിയ നാപ്പ് എടുത്തു കഴിഞ്ഞാൽ, ഒരു അരമണിക്കൂറോ 1 മണിക്കൂറിൻ്റെ ഉള്ളിലുള്ള ഒരു നാപ്പ് എടുത്തു കഴിഞ്ഞാൽ വീണ്ടും റിഫ്രഷ്ഡ് ആയിക്കാണ്ട് എനിക്ക് ഫീൽ ചെയ്യലുണ്ട്. ഇനി ഒരു ലാർജർ സ്കെയിലിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്തൊരു സംഭവമാണ് വർക്കൗട്ട് എന്നുള്ളത്. അത് ജസ്റ്റ് ജിമ്മിൽ പോയി കണ്ട് ഒരുപാട് പമ്പ് ചെയ്യാന്നല്ല, അതിനേക്കാൾ ഉപരി അതുകൊണ്ട് അത് നല്ല രീതിയിൽ എന്താ പറയുക, ഇപ്പോൾ നമ്മളൊരു ലോ മൂഡിൽ ഇങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ ഒരു ഹെവി വർക്കൗട്ട് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ജിമ്മിൽ പോയി കഴിഞ്ഞാൽ നല്ല ഹെവി വെയിറ്റ് ഒക്കെ ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നമ്മളെ എന്താ പറയുക എൻഡോർഫിൻസും കാര്യങ്ങളൊക്കെ റിലീസായിട്ട് നമ്മളെ മൂഡ് നല്ല മുകളിലേക്ക് പോകും. പക്ഷെ അതിനുപരി അതിനേക്കാളും നമ്മൾ ഭയങ്കര മെൻ്റലി ഹാർഡായിട്ടുള്ള, ഫിസിക്കലി ഹാർഡിൽ നിന്ന് ഉപരി മെൻ്റലി ഹാർഡായിട്ടുള്ള മാരത്തോൺസ്, ലോങ് റൺസ്, സൈക്ലിങ്, സ്വിമ്മിങ്, സ്കിപ്പിംഗ് റോപ്പ് പോലുള്ള കാർഡിയോ വർക്കൗട്ടുകൾ ചെയ്യുമ്പോൾ എഫക്റ്റുകൾ ഇതിനെക്കാട്ടും കൂടുതൽ കിട്ടുന്നുണ്ട്. എക്സ്പീരിയൻസ് എന്ന് പറയണം. ഇപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നിങ്ങളൊരു മാരത്തോൺ റണ്ണറോട് ഓനൊരു മാരത്തോൺ ഫിനിഷ് ചെയ്തതിന് ശേഷം ഓനോട് പോയിട്ട് എങ്ങനെയുണ്ട് നിങ്ങളുടെ ഫീലിംഗ് എന്ന് ചോദിച്ചു നോക്കി, ഒരിക്കലും ഒരാളും പറയില്ല എന്ത് ഒരു ലോ മൂഡിലാണ്, എനിക്ക് വലിയൊരു സന്തോഷമൊന്നും ഇല്ല എന്നുള്ളത്. എല്ലാവരും ആ ഒരു കിതച്ച് വിയർത്ത് ആ ഒരു ഫിനിഷ് ചെയ്ത് നിൽക്കുന്ന ടൈമിൽ ഓലെ മൂഡ് എപ്പോഴും ഭയങ്കര മുകളിലേക്ക് കയറും, ഹൈ ആയി കയറും, ഒരു ഹാപ്പിയിലേക്ക് കയറും. അപ്പോൾ രണ്ടാമത്തെ സംഭവമാണ് എക്സസൈസ്. ഇനി മൂന്നാമത്താണ് ഒരു ഗുഡ് നൈറ്റ് സ്ലീപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളെ ഡോപ്പമിൻ റീസെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും, നമ്മളെ ബോഡിക്ക് റിക്കവർ ആവാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും, നമ്മളെ മൈൻഡിന് റിക്കവർ ആവാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും, നമ്മളെ എന്താ പറയുക ഫുൾ റെസ്റ്റ് കിട്ടുന്ന ടൈം ഓരോരുത്തർക്കും ഡിഫറൻ്റ് ആയിരിക്കും. ചിലർക്ക് 6 മണിക്കൂറായിരിക്കും, ചിലർക്ക് 8 മണിക്കൂറായിരിക്കും. പിന്നെ സംബന്ധിച്ച് എനിക്ക് 8.5-9 മണിക്കൂറൊക്കെ ബെഡിൽ കിടന്നു കഴിഞ്ഞാലാണ് എനിക്ക് ഫുൾ റെസ്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഗുഡ് നൈറ്റ് സ്ലീപ്പ് എന്ന് പറയുന്നത്. പിന്നെ സംബന്ധിച്ച് എനിക്ക് പുതിയ ഐഡിയാസ് ഒന്നും കിട്ടുന്നില്ല, ഞാൻ സ്റ്റക്കായി നിൽക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഉറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് പുതിയ ഐഡിയാസ് കിട്ടലുണ്ട്. കാരണം നമ്മളെ മൈൻഡ് എന്താ പറയുക ഉറങ്ങുന്ന ടൈമിൽ നമ്മളെ മൈൻഡിൻ്റെ ഉള്ളിൽ ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട്, ഒരുപാട് രാസപ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. മെമ്മറി കൺസോൾട്ടേഷനും ക്രിയേറ്റിവിറ്റിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഓൾറെഡി പഠിച്ച ഇൻഫർമേഷനും പഴയ ഇൻഫർമേഷനും തമ്മിൽ കണക്ട് ചെയ്യലും അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മെച്ചമുണ്ടാവലുണ്ട്. അതായത് ഉറങ്ങി എണീക്കുമ്പോൾ പുതിയ ഐഡിയാസ് കിട്ടലുണ്ട്, റിഫ്രഷ്ഡ് ആവലുണ്ട്. ഇപ്പോൾ ഇന്നത്തെ ഒരു ദിവസം കുറച്ചൊരു മോശമാണെന്നുണ്ടെങ്കിൽ നല്ല ഉറക്കം കിട്ടിക്കഴിഞ്ഞാൽ നാളെ ഒന്നുകൂടി പുഷ് ചെയ്യാൻ എനർജി ഉണ്ടാവലുണ്ട്. സോ അതാണ് മൂന്നാമത്തെ ടിപ്പ് പറയുന്നത്. ഇനി ലാസ്റ്റത്താണ്, നിങ്ങളിപ്പോൾ പുതിയൊരു സംഭവം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ
നിങ്ങൾ അത്യാവശ്യം വലിയൊരു ലെവലിലേക്ക് എത്തണം എന്നുള്ള ആഗ്രഹത്തോടു കൂടെയാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു വലിയ ലെവലിലേക്ക് തന്നെ അത് ചെയ്യണം എന്നുള്ള ആ ഒരു സംഭവം ഒഴിവാക്കിയിട്ട് വലിയ രീതിയിൽ ചെയ്യണം. അത് നമ്മുടെ ഉള്ളിലുണ്ട് ആ ഒരു ഗോള്. പക്ഷേ നമ്മളോട് തന്നെ പറയുന്നത് ഞാൻ എക്സ്പെരിമെൻറ്റ് ചെയ്യാണ്, ഞാൻ തുടക്കക്കാരനല്ലേ, ഞാൻ എക്സ്പെരിമെൻറ്റ് ചെയ്യാണ്, മിസ്റ്റേക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. ആ സംഭവം എന്ത് ചെയ്താൽ മതി, കുറച്ച് കൂടുതൽ കാലം കണ്ടിന്യൂ ചെയ്യാണ്ട് ചെയ്താൽ മതി. മാക്സിമം മിസ്റ്റേക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത്രയും നല്ലത് എന്നുള്ള രീതിയിൽ ഒരു എക്സ്പെരിമെൻ്റൽ മൈൻഡ് സെറ്റിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ആങ്സൈറ്റിയും പ്രഷറും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ കണ്ടൻറ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ നമുക്ക് എല്ലാം പക്കാവണം, എല്ലാവരും നമ്മളെ വീഡിയോ കാണണം എന്നുള്ളതിന് പകരം നമ്മൾ കണ്ടൻറ് ഉണ്ടാക്കുകയാണ്. ഫസ്റ്റത്തെ കണ്ടൻറ് ഭയങ്കര മോശമായിരിക്കും. ഞാൻ എക്സ്പെരിമെൻറ്റ് ചെയ്യുകയാണ്, ഞാൻ എന്താണ്, എനിക്ക് എന്ത് കണ്ടൻറ്റാണ് ഇഷ്ടമുള്ളത് എന്നുള്ളത് ഞാൻ പഠിക്കുകയാണ് എന്നുള്ള രീതിയിൽ നമ്മൾ വീഡിയോ ഇട്ട് ഇങ്ങനെ തുടങ്ങുകയാണ്. നമ്മൾ ഓരോ വീഡിയോ കഴിയുമ്പോഴും പതുക്കെ ഓരോ മിസ്റ്റേക്കുകളും നമ്മൾ സാധാരണ സംസാരിക്കുമ്പോൾ നമുക്കറിയില്ല നമ്മൾ എങ്ങനെ സംസാരിക്കണം എന്നുള്ളത്. വേറെ ആൾക്കാർക്ക് നമ്മൾ പറയുന്നത് മനസ്സിലാവുമ്പോൾ നമുക്കറിയില്ല. നമ്മളെ സ്വന്തം വീഡിയോയും സ്വന്തം വോയിസും നമ്മൾ തന്നെ കാണുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുക അതെങ്ങനെയാണെന്നുള്ളത്. എനിക്ക് ഓർമ്മയുണ്ട് എൻ്റെ ഫസ്റ്റത്തെ വീഡിയോ ഒക്കെ കാണുമ്പോൾ. അപ്പോൾ നമ്മൾ മനസ്സിലാവുക ഇങ്ങനെയാണ് എൻ്റെ വീഡിയോ ഒക്കെ കാണുന്നത്, എനിക്ക് ഈ കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യണമല്ലോ എന്നുള്ള രീതിയിൽ നമ്മളിങ്ങനെ പതുക്കെ ഓരോന്ന് ഇമ്പ്രൂവ് ചെയ്ത് വന്ന് കുറച്ച് കാലം കഴിയുമ്പോൾ ആൾക്കാർക്ക് ഇങ്ങനെ കാണാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് എന്തുണ്ടാവില്ല, ഒരുപാട് പ്രഷർ ഫീൽ ചെയ്യില്ല, ഒറ്റയടിക്ക് നമ്മൾ സക്സസ് ആവണം എന്നുള്ളത്. അപ്പോൾ നമ്മളത് ലോങ് ടേം ആയിട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ കുറേ കാലം മോട്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഒറ്റ ലൈനിൽ പറയാമെന്നുണ്ടെങ്കിൽ ഇൻട്രിൻസിക് മോട്ടിവേഷൻ്റെയും ഓട്ടോണമസ് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ്റെയും ഒരു കോമ്പിനേഷൻ അതിലുണ്ടാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ യെസ് ഇറ്റ് ഈസ് പോസിബിൾ. ഐ ഹോപ്പ് ദിസ് വീഡിയോ സെൽഫ് ഫോർ യു ഗൈസ്. ഔട്ട്ലേഴ്സ് ക്ലബ്ബിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, ചെക്ക് ചെയ്ത് നോക്കുക. സി യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.